നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ കൊല്ലം MP NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്തത് ചർച്ചയാക്കി സോഷ്യൽ മീഡിയ. ഇത്തവണയും NK പ്രേമചന്ദ്രൻ കൊല്ലം ലോക്സഭാ സീറ്റിൽ നിന്ന് ജനവിധി നേടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ. UDF-ൽ നിന്ന് RSPക്ക് ലഭിക്കുന്ന സീറ്റിൽ പ്രേമചന്ദ്രൻ തന്നെ മത്സരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞിരുന്നു. അതേസമയം പ്രേമചന്ദ്രനും BJPയും തമ്മിലുള്ള അന്തർധാരയാണ് വിരുന്നിലൂടെ വ്യക്തമാകുന്നു എന്നാണ് ഉയരുന്ന മറ്റൊരു വിമർശനം. ഇവ തള്ളി MP-യും രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെ 8 MP-മാർക്ക് ഉച്ചവിരുന്ന് നൽകിയത്. ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം LDF കൺവീനർ EP ജയരാജനും പ്രേമചന്ദ്രന്റെ കൂടിക്കാഴ്ചയ്ക്കെതിരെ സംസാരിച്ചിരുന്നു. UDF BJP അന്തർധാരയ്ക്ക് തെളിവാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. BJPയും UDF-ഉം തമ്മിലുള്ള അന്തർധാര എന്താണെന്ന് വ്യക്തമാക്കണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു. പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കേരളത്തിൽ നിന്ന് ശശി തരൂരിനെ ആയിരുന്നു ക്ഷണിക്കേണ്ടിയിരുന്നത്. മതനിരപേക്ഷത തകർക്കുന്നവർക്ക് കരുത്തു പകരുന്ന നിലപാടാണ് കൊല്ലം MP സ്വീകരിച്ചത്. അത് ജനം തിരിച്ചറിയണം. ഗുജറാത്തിലെ നർമ്മദ ജില്ലയിൽ ഞായറാഴ്ച ക്രൈസ്തവ പ്രാർത്ഥന സമ്മേളനം വിലക്കുകയും ഉത്തരാഖണ്ഡിൽ മദ്രസയും നമസ്കാര സ്ഥലവും പൊളിച്ചുമാറ്റി അടിച്ചോടിക്കുകയും ചെയ്തവരുമായിട്ടാണ് UDF MPക്ക് ഐക്യവും സാഹോദര്യവും എന്നായിരുന്നു ജയരാജന്റെ വിമർശനം.